നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് മന്തിയാണ്. നമ്മൾ ചിക്കൻ മന്തിയും ചെമ്മീൻ മന്തിയും ഉണ്ടാക്കിയതുപോലെ തന്നെ ഇതിനകത്തും ഫുഡ് കളറോ മാഗി ക്യൂബോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ബീഫ് മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം 1.5 കിലോളം ബീഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. മിക്ക പീസും എല്ലോട് കൂടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വല്ലാണ്ട് കട്ടിയില്ലാണ്ട് എല്ലോട് ചേർന്ന് ഇറച്ചിയെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എല്ലില്ലാത്ത കുറച്ച് പീസസും ഉണ്ട്. പിന്നെ കുറച്ച് നെയ്യ് പീസും ഉണ്ട് കേട്ടോ. എല്ലോടും കൂടി തന്നെയാണ് ഈ നെയ്യ് പീസും ഇരിക്കുന്നത്. അപ്പോൾ ഇത് വേകുമ്പം ഒന്നും കൂടി ചുരുങ്ങും. പിന്നെ ഇത്രയും വലുപ്പത്തിൽ നിങ്ങൾ ബീഫ് എടുക്കണമെന്നില്ല കേട്ടോ. ചെറിയ പീസായിട്ട് നമുക്ക് എടുക്കാം. കറക്കി കട്ട് ചെയ്യുന്നതിലും കുറച്ചും കൂടെ വലിപ്പമുള്ള പീസായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ. പിന്നെ എല്ലോട് കൂടിയുള്ള ബീഫ് എടുക്കണമായിരിക്കും നല്ലത് കേട്ടോ. നമ്മൾ മന്തി ക്യൂബൊന്നും ആഡ് ചെയ്യാത്ത കാരണം എല്ലോട് കൂടി വേവിക്കുന്ന ബീഫ് സ്റ്റോക്ക് നമുക്ക് മന്തി വയ്ക്കാൻ ആവശ്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ നമ്മളിതിൽ ഫുഡ് കളറൊന്നും ചേർക്കാത്ത കാരണം കുറച്ച് കളറിന് വേണ്ടി നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മന്തി മസാല പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി മന്തി മസാലപ്പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പച്ചമല്ലിയും ഒരു 2 നുള്ള് ചെറിയ ജീരകവും പിന്നെ ഒരു ചെറിയ കഷ്ണം ബേ ലീഫും, ഒരു ബേ ലീഫ് ഫുൾ എടുക്കണമെന്നില്ല. പിന്നെ ഒരു ഡ്രൈ ലെമൻ്റെ ഒരു ചെറിയ പീസും കൂടി എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഒന്നും കരിഞ്ഞു പോകരുത്. വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തത്. നമ്മൾ 1/4 ടീസ്പൂൺ അളവിൻ്റെ ചെറിയ സ്പൂണിലാണ് കേട്ടോ പൊടികളെല്ലാം അളന്നിട്ടത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ കഴുകി വാരി വെച്ച് ഇറച്ചിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇറച്ചി അധികം ഉള്ളത് കൊണ്ട് നമ്മളിട്ട ഉപ്പ് തികയില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണേ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 കപ്പ് വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഫ് വേവിക്കുന്ന വെള്ളത്തിലാണ് റൈസ് വേവിക്കുന്നത്. അപ്പോൾ എല്ലോട് കൂടിയുള്ള ബീഫ് ആയതുകൊണ്ട് ആ വെള്ളത്തിൽ റൈസ് വേവിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക സ്വാദായിരിക്കും. നമുക്ക് മാഗി ക്യൂബൊന്നും ഇടേണ്ടി വരില്ല. ഇനി നമുക്കിത് വെയിറ്റിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേകാനായിട്ട് എനിക്ക് സാധാരണ ബീഫ് വേവിക്കുന്ന സമയം വേണ്ടി വന്നില്ല കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഒരു 7 മിനിറ്റ് കൊണ്ട് ഒരുവിധം എനിക്ക് ബീഫെല്ലാം വെന്ത് കിട്ടി. ആവിയെല്ലാം പോയതിന് ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കിയത്. എല്ലിലുള്ള ഇറച്ചി പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ വലിയ പീസസ് ആയത് കാരണം പ്രത്യേകിച്ചും. അതുമല്ല കുക്കറിൻ്റെ ഏതാണ്ട് 1/4 ഭാഗത്തോളം ബീഫ് ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് വെന്ത് കിട്ടിയത്. ബീഫ് വല്ലാണ്ട് വെന്ത് പോകാതെ നോക്കണേ. നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്യാണ്ട് കൂടാതെ ദം ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് വെന്ത് ഉടഞ്ഞ് പോയാൽ കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് വെന്ത് ഉടഞ്ഞ് പോകരുത്. എന്നാൽ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഏറ്റവും അവസാനം വേഗം ചെയ്യണം. അപ്പോൾ ബീഫ് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് കഴുകി കുതിരാൻ വയ്ക്കണം. അപ്പോൾ മന്തി വയ്ക്കാനായിട്ട് ഞാനിവിടെ സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത്, മന്തി റൈസ്. ഇത് ഏതാണ്ട് 6 കപ്പ് ഉണ്ട്. അപ്പോൾ 6 കപ്പ് അളന്നിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇനി ഈ പാത്രത്തിലാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവെടുക്കുന്നത് കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ ഈ ഒരു പാത്രം നിറച്ച് നമ്മൾ റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസ് വേവിക്കാൻ നേരത്ത് ഈ പാത്രത്തിൽ 2 പാത്രം വെള്ളം എടുത്തിട്ട് 1/4 ഭാഗം കുറച്ചാൽ മതി. അതായത് 1.25 പാത്രം വെള്ളം എടുത്തിട്ട് വേണം നമുക്ക് റൈസ് വേവിക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് സോക്ക് ചെയ്യാൻ വയ്ക്കാം. കുറഞ്ഞത് 1 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വയ്ക്കണം. റൈസ് വേവിക്കാൻ നേരത്ത് ഞാൻ അളവ് കൃത്യം പറഞ്ഞുതരാം. ഇനി ആ വേവിച്ച ബീഫ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മന്തി മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. മന്തി മസാലപ്പൊടി ഇല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു നാരങ്ങ അതിനകത്തേക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ വേവിച്ച ബീഫിൽ ഈ മസാലപ്പൊടിയെല്ലാം നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ അത് ആ മസാല എല്ലാം എല്ലാ ബീഫിലും ഇതുപോലെ ഒന്ന് പുരട്ടി എടുത്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് എടുത്ത് വയ്ക്കാം. അതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2-3 പീസ് ബീഫും അത് വേവിച്ച വെള്ളവും ഞാനൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. വേറൊരു രീതിയിലും നമ്മൾ ബീഫ് മസാല ചെയ്യുന്നുണ്ട്. അതിൻ്റെ വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. ഇത് ബീഫ് വേവിച്ച ബാക്കി വെള്ളമാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം.
ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഒരു പോട്ടിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇത് വേവിച്ച ബീഫ് ആയതുകൊണ്ട് ഒരുപാട് നേരം ഒന്നിട്ടൊന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പുരട്ടിയ മസാല ഒന്ന് ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 2-3 മിനിറ്റ് മാത്രം ഒരു പുറം മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗവും ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് കോരി മാറ്റാം. ഇതിപ്പോൾ 2 സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിന് കോരിയെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്ത സെയിം ഓയിലിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു വലിയ സവാള ഇട്ട് കൊടുക്കാം. ഇതൊരു സൈഡിലേക്ക് നിരത്തി വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 2 ബേ ലീഫ്, 2 കഷ്ണം കറുകപ്പട്ട, ഒരു 5 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ പച്ചമല്ലി, ഒരു 3-4 കറിയാമ്പൂ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ക്യാപ്സിക്കവും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി മസാലയായിട്ട് ചേർക്കാനുള്ളത് നമുക്ക് ഡ്രൈ ലെമൺ ആണ്. അപ്പോൾ ഡ്രൈ ലെമണിൽ ഇതുപോലെ 1-2 ഹോള് വെച്ചിട്ടാണ് ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ മന്തി മസാല പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഹോൾ സ്പൈസസ് ഇതുപോലെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബീഫ് വേവിച്ച് വെള്ളം ഒന്ന് അളന്ന് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അരി അറുന്ന പാത്രത്തിൽ ഒരു പാത്രം വെള്ളമുണ്ട്, അത് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ട് ഈ പാത്രത്തിൽ ഇനി 1/4 പാത്രം വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു പാത്രം അരിക്ക് കറക്റ്റ് ഇരട്ടി വെള്ളം എടുക്കണ്ട, കുറച്ച് വെള്ളം കുറച്ചെടുത്താൽ മതി. അതാണ് നമ്മൾ 1/4 പാത്രം വെള്ളം എടുത്തത്. ഇനി ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് മൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ദം ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇരട്ടി വെള്ളത്തിൽ നിന്നും കുറച്ച് വെള്ളം എടുത്തത്. അതായത് ഇപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി വാരി വെച്ച വെള്ളമൊക്കെ കളഞ്ഞു വെച്ചാൽ ആ അരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ കിടന്ന് വേകുന്ന ഈ റൈസിന് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കിതിനകത്ത് മാഗി ക്യൂബൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റാണേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. കൂടാതെ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം കണ്ട് റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതായത് ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ബീഫിൽ കുറച്ച് നെയ്യുള്ളത് കൊണ്ട് അത്യാവശ്യം നെയ്മയം ഇതിനകത്തുണ്ട്. ഇനിയിപ്പോൾ അധികം വെള്ളമൊന്നും വറ്റാനില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇത്ര നേരം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. അതായത് ഇപ്പം ഒരു 1/4 വേവിനേലും കുറച്ചും കൂടെ കൂടുതൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാനും കൂടെ ഉള്ളത് കൊണ്ട് ഈ ഒരു വേവ് മതിയാകും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം ദം ചെയ്യാനായിട്ട്. അടിമേലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഒന്ന് ദം ചെയ്യാനായിട്ട്. കാരണം അല്ലെങ്കിൽ ഓയിലൊക്കെ ഒരു സൈഡിൽ മാത്രം ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ റൈസ് എല്ലാം ഒന്ന് ലെവൽ ചെയ്തിട്ട് ആ ഫ്രൈ ചെയ്ത് വെച്ച ബീഫിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു 3-4 പച്ചമുളക് ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് നമുക്ക് ഒരു ബൗളിൽ ഒരു കനലോ അല്ലെങ്കിൽ ഇതുപോലെ ചാർക്കോൾ കത്തിച്ചത് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ നമുക്കൊരു ഫോയിൽ പേപ്പർ കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മൂടി വെച്ച് കൊടുക്കാം. ഞാനിത് ഫോയിൽ പേപ്പറൊന്നും വയ്ക്കാതെയാണ് കേട്ടോ ഇത് കവർ ചെയ്ത് വെച്ചത്. അപ്പം ഞാനിത് ദം ചെയ്തത് ചൂടായ ഒരു ദോശക്കല്ലിൽ ലോ ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റോളം വെച്ചിട്ടാണ് ദം ചെയ്തെടുത്തത്. നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിരിക്കുന്നത് പോലെ ബീഫ് അങ്ങനെ നമുക്ക് ജ്യൂസായിട്ട് കിട്ടില്ല. ബീഫിൻ്റെ ആ റൈസിൻ്റെ ജ്യൂസൊക്കെ വലിച്ചെടുക്കും ബീഫിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫെല്ലാം നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. റൈസെല്ലാം വിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ബീഫ് സ്റ്റോക്കിൽ റൈസ് വേവിച്ചുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് റൈസിന്. മാഗി ക്യൂബൊന്നും ആഡ് ചെയ്യാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ റൈസെല്ലാം ഒന്ന് അടിമയിൽ മറിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് ബീഫ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ വേറൊരു മസാല തയ്യാറാക്കാനായിട്ട്, അത് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ബീഫ് റൈസായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിലായിരിക്കും, എത്ര ഗ്രേവി എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു രൂപത്തിലായിരിക്കും കിട്ടുക. ചിലർക്ക് ഇങ്ങനെ ബീഫ് കിടക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, ഗ്രേവിയിൽ പൊതിഞ്ഞ് കിടക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ബീഫ് ഫ്രൈ ചെയ്തിട്ട് റൈസിൽ മിക്സ് ചെയ്യാണ്ട് കുറച്ച് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മസാല തയ്യാറാക്കി നോക്കാം.
അപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ചൂടായ സൺഫ്ലവർ ഓയിലിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള ഇട്ട് നന്നായിട്ട് മുരിയണ വരെ വഴറ്റിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 നുള്ള് കുരുമുളക് പൊടിയും 2 നുള്ള് ഗരം മസാലപ്പൊടിയും 2 നുള്ള് മന്തി മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ മാറ്റി വെച്ച ബീഫും അതിൻ്റെ ആ സ്റ്റോക്കും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് ഈ ബീഫ് നല്ല ഗ്രേവിയോടുകൂടി തന്നെ റൈസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിനു വേണ്ടി തയ്യാറാക്കിയ ചില്ലി ഗാർലിക് സോസും ടൊമാറ്റോ ചട്നിയും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഇതിനൊപ്പം കൊടുക്കാം. അതും കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതുപോലെ ഒന്ന് ബീഫ് മന്തി റെഡിയാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്